നമ്മുടെ രാജ്യത്ത് സെൻസസ് വീണ്ടും പുനരാരംഭിക്കാൻ പോകുകയാണ്. കൊറോണ മൂലം മാറ്റിവെച്ചിരുന്നതാണ്. അപ്പോൾ വീണ്ടും തുടങ്ങാൻ പോകുന്ന ഈ സെൻസസിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് കേൾക്കുന്നു. എന്തൊക്കെയാണ് സർ ആ പ്രത്യേകതകൾ? ശരിയാണ്. നമ്മുടെ കൊറോണ കാരണം മാറ്റിവെച്ച സെൻസസ്, അതായത് ലോകമെമ്പാടും തന്നെ മാറ്റിവെച്ച സെൻസസ് ഇന്ത്യയിൽ പുനരാരംഭിക്കുമ്പോൾ ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ 16ാമത്തെ സെൻസസും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ 8ാമത്തെ സെൻസസുമാണ്. 2027 അടുത്ത വർഷം മാർച്ച് 1-നാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ 2027 മാർച്ച് 1 എന്ന് പറയുമെങ്കിലും ചില സ്ഥലങ്ങളിൽ ഇത് 2026 ഒക്ടോബർ 1-ന് ആരംഭിക്കും. ലഡാക്ക്, കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ഇത്രയും പ്രദേശങ്ങളിൽ ഇത് 2026 ഒക്ടോബർ 1-ന് ആരംഭിക്കും. കാരണം അവിടെ മഞ്ഞുവീഴ്ച ഉള്ളതുകൊണ്ട് മാർച്ച് മാസത്തിൽ ആരംഭിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നേരത്തെ ആരംഭിക്കുന്നതാണ്. ഇത് വിവിധമായ സ്റ്റേജുകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. നാളിതുവരെയുള്ള സെൻസസ് ചരിത്രത്തിന്റെ മുഴുവൻ അലകും പിടിയും മാറ്റി ആധുനിക രീതിയിലുള്ള സെൻസസ് ആണ് വരാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ സ്റ്റേജ് 1-ൽ ഹൗസ് ലിസ്റ്റിംഗ് ആണ് നടക്കുക. ഇന്ത്യയിലുള്ള ആകെ വീടുകളുടെ എണ്ണം ശേഖരിക്കുകയായിരിക്കും നടക്കുക. വീടുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വെറും എണ്ണം മാത്രമല്ല, ഇപ്പൊ കോൺക്രീറ്റ് വീട് അല്ലെങ്കിൽ ആസ്പെറ്റോസ് ഉള്ള വീട്, ഓല മേഞ്ഞ വീടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വീടുകളെ തരംതിരിച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റിംഗ് ആയിരിക്കും ആദ്യം നടക്കുക. രണ്ടാമത്തെ സ്റ്റേജിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് വരിക. ഈ ജനസംഖ്യാ കണക്കെടുപ്പ് വരുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്, ജാതി സെൻസസ് ആയിരിക്കുമോ വരിക എന്നുള്ളത്. തീർച്ചയായിട്ടും അതെ, ജാതി അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ കൃത്യമായും രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് വരാൻ പോകുന്ന സെൻസസിൽ തെളിഞ്ഞു കാണുന്നത്. അതുകൊണ്ട് ജാതി സെൻസസ് വേണമെന്നുള്ള എല്ലാവരുടെയും ആവശ്യങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു സെൻസസ് ആയിരിക്കാം വരാൻ പോകുന്നത്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള വലിയ ഒരു കോലാഹലങ്ങൾക്കൊക്കെ ചിലപ്പോൾ വഴിവെച്ചു എന്ന് വരാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഡിജിറ്റൽ സെൻസസ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഇതിനു മുമ്പ് വരെ നമ്മൾ കടലാസും പേന കൊണ്ടും ഒക്കെ എഴുതി, ബുക്കിലൊക്കെ എഴുതി, ഫോമൊക്കെ പൂരിപ്പിച്ച് നടത്തിയിരുന്ന സെൻസസ് ആ ഒരു റിപ്പോർട്ടിങ്ങിന്റെ ഒരു ശൈലി അപ്പാടെ മാറും. ഡിജിറ്റലായിട്ട് ചെയ്യുമ്പോൾ വലിയ ഗുണങ്ങളുള്ളത് അക്ഷരത്തെറ്റുകൾ കുറയും. അതായത് ചിലർ എഴുതിയിരിക്കുന്നത് എന്നാണോ ആറാണോ എന്നൊക്കെ അറിയാൻ മേലാതെ ആളിന്റെ പേരും വീട്ടുപേരും ഒക്കെ മാറിയും തിരിഞ്ഞും പോകുന്ന പരിപാടി ഇവിടെ ഉണ്ടാകില്ല. ഡിജിറ്റലായിട്ട് രേഖപ്പെടുത്തുന്നത് കൊണ്ട് കൃത്യതയുണ്ടായിരിക്കും. അതുകൊണ്ട് കുറെ കൂടി തെറ്റുകുറ്റങ്ങളില്ലാത്ത എറർ ഫ്രീ ആയിട്ടുള്ള ഒരു സെൻസസ് ആവാനാണ് സാധ്യത. ഇതിനു വേണ്ടി തന്നെ ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കുന്നു എന്നാണ് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് 15 ഇന്ത്യൻ ഭാഷകളിൽ ഈ ആപ്പ് ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ സെൻസസ് എടുക്കാൻ വേണ്ടി 34 ലക്ഷം പേരെയാണ് സർക്കാർ ചുമതലപ്പെടുത്താൻ പോകുന്നത്. അതായത് ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വലിയൊരു വിഭാഗം ഈ സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പരിപാടികളിൽ ഉണ്ടായിരിക്കും. ഇവരെ പരിശീലിപ്പിക്കാൻ വേണ്ടി തന്നെ 46,000 പരിശീലകർ വേണം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിന്റെ ഒരു വലിപ്പം. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം, 146 കോടി 37 ലക്ഷം ജനസംഖ്യ ഇപ്പോൾ തന്നെയുണ്ട്. അത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് 34 ലക്ഷം ഉദ്യോഗസ്ഥന്മാർ നടത്താൻ പോകുന്ന ഈ ഒരു സെൻസസ് പ്രവർത്തനങ്ങൾ, അവരെ പരിശീലിപ്പിക്കാൻ 46,000 പരിശീലകർ, ഇത്രയും വിപുലമായിട്ടുള്ള ഒരു സെൻസസ് പരിപാടി ലോകത്തൊരു രാജ്യത്തും ഉണ്ടാവില്ല. ഇനി ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ജനങ്ങൾക്ക് സ്വയം ഈ ആപ്പ് മുഖേന അവരുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നാണ് കേൾക്കുന്നത്. അതായത് സെൻസസ് എടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ വന്ന് എല്ലാം ആദ്യാവസാനം കുറിച്ചെടുത്ത് എഴുതി കൊണ്ടുപോകുന്ന ആ ഒരു ശൈലി വേണ്ടിവരികയില്ല. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രാദേശിക ഭാഷയിൽ തന്നെ നമ്മുടെ വീട്ടിലെ വിവരങ്ങൾ കൃത്യമായിട്ടും സ്വന്തമായി അപ്ലോഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ചില കാര്യങ്ങൾ നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ പോയി ചെയ്യുന്നു, കോമൺ സർവീസ് സെന്ററിൽ പോയി ചെയ്യുന്നു. എന്നാൽ ഇത് അറിയാവുന്നവർക്ക് വീട്ടിലിരുന്ന് മൊബൈലിൽ കൂടെ ചെയ്യാം എന്ന് പറയും പോലെ ഈ സെൻസസിലെ വിവരങ്ങൾ നമ്മളുടെ വീടുമായി ബന്ധപ്പെട്ട, വ്യക്തിപരമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് സ്വയം അപ്ലോഡ് ചെയ്യാം. അങ്ങനെ സ്വയം അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ
ശരിയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ വന്ന് അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് അത്തരം കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു നടപടിക്രമമാണ് വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. ഇനി ഏറ്റവും വലിയ ഇതിന്റെ ഒരു പ്രത്യേകത, GPS അടിസ്ഥാനത്തിൽ ഈ സെൻസസിനെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീട്, നമ്മുടെ സ്ഥലം, നമ്മുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ, ഇതൊക്കെ തന്നെ നേരിട്ട് നമുക്ക് കാണാവുന്നത് പോലെ GPS സിസ്റ്റത്തിലേക്ക് ബന്ധിപ്പിക്കുന്നതാണ്. അതായത് ഇപ്പൊ സർക്കാരിന്റെ മുമ്പിൽ നമ്മളിപ്പോ ഒരു അപേക്ഷ അയക്കുക, നാളെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പൊ വീട് പുതുക്കി പണിയണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കെട്ടിടം പണിയണം, അല്ലെങ്കിൽ കെട്ടിടം പൊളിക്കണം, എന്തെങ്കിലും ഘടനാപരമായ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ സർക്കാരിലേക്ക് നമ്മൾ അപേക്ഷ കൊടുക്കും. ഈ അപേക്ഷ കൊടുക്കുമ്പോൾ സർക്കാരിന് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ഥലം നേരിട്ട് സന്ദർശിക്കാൻ, സ്ഥലത്ത് വരാതെ അവിടെ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റും. അപ്പൊ GPS സംവിധാനത്തിൽ ഇപ്പൊ അങ്ങനെയാണല്ലോ, നമ്മുടെ വീടും കടയും സ്ഥാപനങ്ങളും ഒക്കെ നമുക്ക് കാണാവുന്നത് പോലെ സർക്കാരിന് നമ്മുടെ എല്ലാ സ്വത്തുവകകളും നേരിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത. അതായത് കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്ത ഒരു സെൻസസ് സംവിധാനമാണ് വരാൻ പോകുന്നത്. എറർ കുറയ്ക്കാൻ വേണ്ടി ഇത് വളരെയേറെ നമ്മളെ സഹായിക്കും. പിന്നെ നമ്മൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ഇതിനോട് അനുബന്ധിച്ച് നടക്കാവുന്ന ചില തമാശകളൊക്കെ പറയാതെ പോകാൻ വയ്യ. കാരണം ഈ ഇങ്ങനെയൊക്കെ വെച്ച് സർക്കാർ നമ്മുടെ എല്ലാ സ്വകാര്യതകളിലേക്കും കടന്നു കയറുകയാണെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ചിലപ്പോൾ സമരത്തിനൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതെ, സ്വകാര്യതയെ തകർക്കുന്ന സെൻസസ് അവസാനിപ്പിക്കുക, GPS-ഉമായി ബന്ധപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സമരമൊക്കെ വരും. എന്ത് കാണിച്ചിട്ടാണ് സമരം ചെയ്യേണ്ടതെന്നുള്ളതാണല്ലോ ഇവിടുത്തെ ചിന്ത. 13,000 കോടി രൂപയാണ് ഇതിന്റെ ഒരു ചെലവ് ആയിട്ട് കണക്കാക്കുന്നത്. സർ, എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ജാതി സെൻസസ് ആണ് എന്ന് പറഞ്ഞല്ലോ. ജാതി സെൻസസിൽ നിന്ന് മാറി സാമ്പത്തിക സെൻസസിലേക്ക് വരേണ്ട ഒരു കാലഘട്ടമായില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ആസ്തികളെ സംബന്ധിച്ചും വരുമാനത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ബാധ്യതകളെ സംബന്ധിച്ചും എല്ലാം തന്നെയുള്ള സെൻസസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നത് അതും ഇതിനോടൊപ്പം തന്നെ എടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതായത് വരുമാന മാർഗം ഏതായാലും ചോദിക്കുന്നുണ്ടാവും, നമ്മുടെ കൈവശമുള്ള ആസ്തികളെ കുറിച്ചും ചോദിക്കുന്നുണ്ടാവും, എത്ര ഭൂമിയുണ്ട്, എത്ര കെട്ടിടമുണ്ട്, അസറ്റുകളെ സംബന്ധിച്ചും ചോദിക്കുന്നുണ്ടാവും. അപ്പൊ സാമ്പത്തികം എന്നുള്ളത് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ഈ സെൻസസിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. ഇതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് മുന്നോട്ട് വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഈ ചോദ്യം വന്നപ്പോഴാണ് ഞാനത് ഓർത്തത്. സെൻസസ് എന്ന് പറയുന്നത് കേവലം ഒരു ജനസംഖ്യാ കണക്കെടുപ്പായിട്ട് സർക്കാർ കരുതുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുണ്ടായി. അതായത് രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്തി വിതരണം ചെയ്യാൻ ആവശ്യമായ ഡാറ്റ സെൻസസിലൂടെ സംഭരിക്കണം എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ചോദിച്ചതുപോലെ സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളും എടുക്കുന്നുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.